ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഫ്രം ദ ഫോളോവിങ് റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അതർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2019 അറ്റ് ABC മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നമുക്കൊരു റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തരും. അതിൻ്റെ താഴത്തെ അഡ്ജസ്റ്റ്മെൻറ്റുകളും തരും. നേരത്തെ നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ട് താഴത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് തരുന്ന പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ട്രയൽ ബാലൻസ് ഈ ഒരു റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളാം, റെസിപ്റ്റ് സൈഡും ഡിസ്ബേഴ്സ്മെൻറ്റ് സൈഡും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ സാധാരണ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ 3 അക്കൗണ്ടിലേക്കായിട്ട് ഡിവൈഡ് ചെയ്യില്ലേ, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, ബാലൻസ് ഷീറ്റിലേക്ക്. അതേ മെത്തേഡ് തന്നെ ഇവിടെയും ചെയ്യും. ഓരോന്നും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് പോവുക. ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം ബാലൻസ് ഷീറ്റിലേക്കാണ് പോവുക. ഡെപ്പോസിറ്റ് ബാലൻസ് ഷീറ്റാണ്, അസറ്റാണ്. ലോൺസ് ലയബിലിറ്റിയാണ്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റാണ്. ഗോഡൗൺ ലോണുകൾ ബാലൻസ് ഷീറ്റാണ്. അതുപോലെ സബ്സിഡി ഫ്രം ഗവൺമെൻറ് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അസറ്റുകളെല്ലാം ബാലൻസ് ഷീറ്റിലേക്കും അതുപോലെ ലയബിലിറ്റീസും ബാലൻസ് ഷീറ്റിലേക്ക്, എക്സ്പെൻസും ഇൻകംസും നമുക്ക് ഒന്നെങ്കിൽ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ P&L വരുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻകംസും ആണെങ്കിൽ ട്രേഡിങ്ങിലും, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകം ആണെങ്കിൽ P&Lലേക്കുമാണ് നമ്മൾ മാറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മുടെ ട്രയൽ ബാലൻസിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഐറ്റം റൈറ്റ് സൈഡിൽ വരാറില്ല അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 2 സ്ഥലത്തും വരും. ഇത് നിങ്ങൾ നോക്കിയാൽ ഷെയർ ക്യാപിറ്റൽ തന്നെ ലെഫ്റ്റ് സൈഡിലും വന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി നെറ്റ് എഫക്റ്റ് എടുക്കുക. ഒന്നിൽ നിന്ന് മറ്റൊന്ന് കുറയ്ക്കുക, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ഇപ്പോൾ 9750 നിന്ന് 700 കുറച്ച് ബാക്കി 9000 ആണ് നമ്മൾ 9050 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. അതും ഏത് സൈഡാണ് കൂടുതൽ, ഈ ലെഫ്റ്റ് സൈഡല്ലേ കൂടുതൽ. അപ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ട ഐറ്റം ആണല്ലോ. ബാലൻസ് ഷീറ്റിലേക്ക് നമ്മളൊരു ഐറ്റം മാറ്റുമ്പോൾ, ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് എടുക്കുമ്പോൾ അതേ സൈഡിലേക്ക് തന്നെയാണ് മാറ്റുക. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇവിടെ ലെഫ്റ്റ് സൈഡാണ് കൂടുതലുള്ളത്, അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റുമ്പോൾ ബാലൻസ് ഷീറ്റ് ഞാൻ കാണിച്ചു തരാം. ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ വന്നാൽ കണ്ടോ, കാരണം അവിടെ ലെഫ്റ്റ് സൈഡാണ് കൂടുതലുള്ളത്. നെറ്റ് എഫക്റ്റാണ്, എമൗണ്ട് എടുക്കേണ്ടത് നെറ്റ് എഫക്റ്റും. സൈഡ് നമ്മൾ നോക്കേണ്ടത് ഏത് സൈഡിലാണോ അത് കിടക്കുന്നത്, കൂടുതലുള്ളത് ഏത് സൈഡാണോ നോക്കിയിട്ട് സൈഡായിട്ടും ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഓരോ സാധനങ്ങളും ഇതുപോലെ തന്നെ നോക്കിയെടുക്കണം. നോക്കിക്കോ, ഡെപ്പോസിറ്റ്സ് ഇവിടെ ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട്. പക്ഷേ രണ്ടിൻ്റെയും നെറ്റ് എഫക്റ്റ് നിങ്ങൾ നോക്കിക്കേ, 750 നിന്ന് 750 പോയാൽ പിന്നെ 0 സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെറ്റ് എഫക്റ്റിൽ എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഏത് സൈഡാണോ കൂടുതൽ, ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റുമ്പോൾ ഏത് സൈഡാണോ കൂടുതൽ അതേ സൈഡിലേക്കാണ് മാറ്റേണ്ടത്. ലോൺസ് നോക്കിക്കേ, 9,60,67,000. ഇപ്പുറത്ത് ലോൺ ഉണ്ടോ എന്ന് നോക്കുക. അതെ, ലോൺ റീപെയ്ഡ് ഉണ്ട്. ഇത് നമ്മൾ എടുത്ത ലോണും ഇത് നമ്മൾ റീപേ ചെയ്ത ലോണുമാണ്. സോ ഇനി അതിന് എത്രയാണോ നെറ്റ് എഫക്റ്റ് ഉള്ളത് അത് മാത്രമേ നമുക്ക് ലോൺ ആയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. അപ്പോൾ ലോൺ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരിക്കും വരുന്നത്. ഇതിൽ നിന്ന് ഇത് കുറച്ചിട്ട് വേണം എഴുതാനായിട്ട്. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ലോൺ കണ്ടുപിടിച്ചിരിക്കുന്നത് കണ്ടോ. രണ്ടും ആ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തമ്മിലുള്ള വ്യത്യാസമാണ് എഴുതേണ്ടത്. ഒന്ന് 13,000. അതുപോലെ അഡ്വാൻസ് ഡ്യൂ ബൈ ഉണ്ട്, അഡ്വാൻസ് ഡ്യൂ ടു ഉണ്ട്. അത് നിങ്ങൾ നോക്കിക്കേ. ദെൻ അഡ്വാൻസ് ഡ്യൂ ടു കണ്ടോ 52,000. ഇപ്പുറത്തും ഉണ്ട് അഡ്വാൻസ് ഡ്യൂ ടു 97,000. അഡ്വാൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ഷീറ്റിലേക്കാണ് മാറ്റേണ്ടത് കേട്ടോ. താഴത്തായിരുന്നു വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ് എവിടെയെങ്കിലും എടുത്താൽ മതി. പക്ഷേ ഇത് നമ്മുടെ ഇത് ട്രേഡിംഗ് അക്കൗണ്ട് അകത്ത് ഈ അഡ്വാൻസ് പ്രീപെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് തരുമ്പോൾ നിങ്ങളത് എന്തായാലും എങ്ങോട്ടാണ് മാറ്റേണ്ടത്, നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്കാണ് മാറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ നെറ്റ് എഫക്റ്റ് കൂടുതൽ വരുന്നത് എവിടെയാണ്, റൈറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്. അഡ്വാൻസ് ഡ്യൂട്ടിയിൽ റൈറ്റ് സൈഡ് 52,000 97,000 പോയി, അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. പക്ഷേ അഡ്വാൻസ് ഡ്യൂ ബൈ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ അഡ്വാൻസ് ഡ്യൂ ബൈ ലെഫ്റ്റ് സൈഡിലും അഡ്വാൻസ് ഡ്യൂ ടു റൈറ്റ് സൈഡിലുമാണ് വരുന്നത്. ഡിഫറൻസ് ആയിരിക്കും എമൗണ്ട് ആയിട്ട് വരുന്നത് കേട്ടോ. ആ ഡിഫറൻസാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അഡ്വാൻസ് ഡ്യൂ ബൈ വരുന്നത് 34,200 എഴുതേണ്ടത്. ഡ്യൂ ടു ആകുമ്പോഴത്തേക്കും 45,000 എഴുതേണ്ടത്. ഒരെണ്ണം അപ്പുറത്തും ഒരെണ്ണം ഇപ്പുറത്തുമാണ് വരുന്നത്. ഡ്യൂ ബൈ ഇപ്പുറത്ത്, ഡ്യൂ ടു അപ്പുറത്ത്. എങ്ങനെയാണ് വന്നതെന്ന് അറിയാമല്ലോ. സൈഡിൽ എമൗണ്ട് ഏത് സൈഡാണോ കൂടുതൽ ആ സൈഡിലേക്കാണ് സൈഡ് വരുന്നത്, ബാലൻസ് ഷീറ്റിൻ്റെ കാര്യത്തിൽ മാത്രം കേട്ടോ. മറ്റേത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മാറ്റേണ്ടത്. ഒരു ഐറ്റം കാണിക്കാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഇങ്ങനെ അപ്പുറം ഇപ്പുറം വരുന്നത് സെറ്റപ്പ് നിങ്ങൾക്ക് അറിയില്ല, അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്.
നെക്സ്റ്റ് നോക്കാം. സ്റ്റാഫ് പി എഫ്. ഇത് പി എഫ് ഒക്കെ നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് തന്നെ പോകേണ്ട ഐറ്റമാണ്. ഇത് ബാലൻസ് ഷീറ്റിന് ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റമാണ്. മിസലേനിയസ് ഇൻകം, അതായത് നോക്കിയാൽ മിസലേനിയസ് ഇൻകം നമുക്ക് വരുന്നത് എവിടെയാണ്? P&L നമ്മൾ എഴുതേണ്ടത് മിസലേനിയസ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻകം എവിടെ പോകും? ഇത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡാണെന്ന് പറയുന്നത്. ഇപ്പുറത്ത് മിസലേനിയസ് ഇൻകം ഒന്നും ഇല്ല, ഉണ്ടെങ്കിൽ നെറ്റ് എഫക്റ്റ് എടുക്കുക. ഇപ്പുറത്ത് മാത്രമേ മിസലേനിയസ് ഇൻകം ഉള്ളൂ. ഈ ഇൻകം നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കല്ല പോകണം. ബാലൻസ് ഷീറ്റിലേക്കാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് തന്നെ എഴുതാം. പക്ഷേ മറ്റേതെങ്കിലും അക്കൗണ്ടിൽ ട്രേഡിങ്ങിലേക്കോ P&L-ലേക്കാണോ നിങ്ങൾ എടുക്കണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ വേണം കാണിക്കാനായിട്ട്. ഇത് ഇൻകം അതുകൊണ്ട് നമുക്ക് 7200 അത് നമുക്ക് ഇവിടെ കാണിക്കാം. റൈറ്റ് സൈഡിലേക്ക് പോകും. P&L-ലാണ് പോകുന്നത്. P&L ഇതാ മിസലേനിയസ് ഇൻകം റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ 7200. അതുപോലെ ഓരോ സാധനങ്ങൾ നിങ്ങൾ വായിച്ചെടുക്കണം. ബാങ്ക് വിഡ്രോവൽസ്. ബാങ്ക് വിഡ്രോവൽ എന്ന് പറയുന്നത് എന്താണ്? ബാങ്കിൽ നിന്നും നമ്മൾ പണം പിൻവലിച്ചു എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. അതായത് ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചെങ്കിൽ ബാങ്കിലെ ബാലൻസ് കുറയും. അപ്പോൾ നിങ്ങളിവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ, ആ ബാങ്ക് ബാലൻസ് കുറച്ച് കാണിച്ചാൽ മതി. ബാലൻസ് ഷീറ്റിലേക്ക് നിങ്ങൾ എഴുതുമ്പോൾ ബാങ്ക് ബാലൻസിൽ നിന്ന് കുറച്ച് കാണിക്കണം കേട്ടോ. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ബാങ്ക് ഡെപ്പോസിറ്റ് നമുക്ക് 4,80,000 ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്ന് ഈ ബാങ്ക് ബാലൻസ് നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 1,16,000 മാത്രമേ നമുക്കിവിടെ കാണിക്കാൻ പറ്റുള്ളൂ. ഡെപ്പോസിറ്റഡ് ബാങ്കായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാങ്ക് വിഡ്രോവൽ ഉണ്ടെങ്കിൽ ബാങ്കിനെ ബാലൻസിൽ നിന്ന് കുറയ്ക്കുന്നു എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതിയേ. കണ്ടോ ഇവിടെ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. ഈ ഡെപ്പോസിറ്റും ഇതും തമ്മിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ബാങ്ക് വിഡ്രോവൽസും ബാങ്ക് ഡെപ്പോസിറ്റും തമ്മിൽ വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ രണ്ടും പറഞ്ഞു. അടുത്ത സെയിൽസ് നമുക്കറിയാലോ എവിടെ വരുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത്. ഇപ്പോഴത്തെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സെയിൽസ് റിട്ടേൺസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചിട്ട് എഴുതുക. ഇവിടെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? സെയിൽസ് നമുക്ക് ഇതാ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ 9,78,200 അത് തന്നെയല്ലേ വന്നേക്കുന്നത്. ഓക്കെ അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. സെയിൽസ് ഓഫ് ബാങ്ക് അതും സെയിൽസിൻ്റെ താഴത്ത് തന്നെ അടുത്ത സെയിലായിട്ട് കാണിച്ചാൽ മതി കേട്ടോ. 2 രീതിയിലുള്ള സെയിൽസ് ഉണ്ട്. രണ്ടും സെയിലായതുകൊണ്ട് അത് നമ്മൾ രണ്ടും ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെ കാണിച്ചു. അടുത്ത ട്രേഡ് ഇൻകം ആണ്. ട്രേഡ് ഇൻകം നമുക്ക് ഇതാ ട്രേഡ് ഇൻകം ട്രേഡുമായിട്ട് പറഞ്ഞു തരുന്നതൊക്കെ കേട്ടോ. ട്രേഡ് എന്ന രീതിയിൽ വരുന്നതൊക്കെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. ട്രേഡ് ഇൻകം ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിലെടുത്തു. നെക്സ്റ്റ് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെല്ലാം നമ്മൾ നോക്കി. ഇപ്പുറത്തെ എല്ലാം എഴുതിയിട്ടുണ്ടെന്ന് നോക്കുക. ഷെയർ ക്യാപിൽ എഴുതിയതാണ്. ഡെപ്പോസിറ്റ് വേണ്ട ലോൺ എഴുതിയതാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എഴുതിയിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് സാധാരണ എവിടെയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ രണ്ടും ആകാം. നമുക്ക് ലെഫ്റ്റിലോ റൈറ്റിലോ വരാം. ഇതിപ്പോൾ റൈറ്റാണ് വന്നിരിക്കുന്നത്. റൈറ്റ് ആകുമ്പോൾ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റണം ഈ 46,000 രൂപ. പക്ഷേ അതിനെന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോയെന്നൊക്കെ നോക്കി എഴുതുക കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ പേയബിൾ കണ്ടോ. ഇൻട്രസ്റ്റ് ഓൺ ലോണിന് 7,200 രൂപയുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ചെയ്ത് എമൗണ്ട് വേണം കാണിക്കാൻ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് 46,000 ആണ്. 7,200 നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നതുകൊണ്ട് അതും കൂടെ ആഡ് ചെയ്ത് 53,200 വേണം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോണായിട്ട് കാണിക്കാൻ. ഓക്കെ കണ്ട ഇൻട്രസ്റ്റ് ഓൺ ലോൺ 53,200 ആണ് എമൗണ്ട് വരുന്നത്. അടുത്ത ഐറ്റം നിങ്ങൾ ഇതുപോലെ എടുക്കുക. അടുത്ത ഐറ്റം ട്രേഡ് എക്സ്പെൻസ് ആണ്. ഇത് നമുക്ക് എവിടെയാണ് പോകുന്നത്? ട്രേഡ് എക്സ്പെൻസ് ട്രേഡ് എന്ന് പറഞ്ഞാൽ വന്നിട്ടുള്ളതുകൊണ്ട് അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ. പക്ഷേ ട്രേഡ് ചാർജസ് എന്നാണ് വന്നതെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാം കേട്ടോ. നമ്മുടെ P&L എടുക്കാം. ട്രേഡ് അല്ലാണ്ടുള്ള ഐറ്റംസൊക്കെ ചാർജസ് എന്ന് പറഞ്ഞ് വരുന്ന ഐറ്റംസൊക്കെ നമ്മൾ സാധാരണ എവിടെ എടുക്കുന്ന P&L-ലാണ് എടുക്കുക. അതെ ട്രേഡ് എക്സ്പെൻസിന് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് കാണിക്കുക കേട്ടോ. ട്രേഡ് എക്സ്പെൻസ്. അടുത്ത സ്റ്റാഫ് PF ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലേക്ക് പോകണം. ഫർണിച്ചറും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് പോകണം. ഇതിനൊന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. അതുകൊണ്ട് അതേ എമൗണ്ടിൽ അസറ്റ് സൈഡിലേക്ക് പോകും. പിന്നെ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റും അസറ്റ് സൈഡിലേക്ക് പോകും. ബാങ്ക് ഡെപ്പോസിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് രണ്ടും നമ്മൾ പറഞ്ഞു. സെയിൽസ് ടാക്സ് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കേട്ടോ. അതുപോലെ സെയിൽസ് ടാക്സ്, ദെൻ പർച്ചേസ് ഓഫ് ബാഗ്, സെയിൽസ്മാൻ കമ്മീഷൻ, ഇതെല്ലാം നമുക്ക് എവിടെയാണ് വരുന്നത്? എക്സ്പെൻസുകളാണ്, ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇതെല്ലാം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്. ഓക്കെ ഇത് നമ്മൾ അതെ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം എടുത്തോന്ന് ഒന്നുകൂടി നോക്കിയേക്കണം കേട്ടോ. ഇതെല്ലാം ഡിപ്രീസിയേഷൻ ഫണ്ടുണ്ട്. ദെൻ റിസർവ് ഫോർ ഗ്രാറ്റുവിറ്റി, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിനകത്ത് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എടുക്കാൻ പറ്റുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അതും കൂടെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഓക്കെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ട് മാറ്റും? P&L-ലേക്ക് നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്യും.
ദെൻ അതിനുശേഷം നമുക്കിതാ ഡിപ്രീസിയേഷൻ ഫണ്ടുണ്ട്, റിസർവ് ഫോർ ഗ്രാറ്റുവിറ്റി ഉണ്ട്. അത് രണ്ടും എവിടെയാണ് വരുന്നത്? സാധാരണ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ വരുന്നത് ഈ ഒരു നമ്മുടെ P&L. ഇത് ഫണ്ടെന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ ഫണ്ടെന്ന് പറയുമ്പോൾ അതൊരു വലിയ എമൗണ്ടായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അത് നമുക്ക് ബാലൻസ് ഷീറ്റിലെടുത്ത സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊരു ചെറിയ ഇതായതുകൊണ്ട് നമുക്കിതിവിടെ ചെറിയ മൈന്യൂട്ട് ഐറ്റമായിട്ട് ട്രീറ്റ് ചെയ്ത് ഡിപ്രീസിയേഷൻ ഫണ്ട് നമുക്കിവിടെ P&L കാണിക്കാം. റിസർവ് ഫോർ ഗ്രാറ്റുവിറ്റി കാണിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യും. ഓക്കെ, ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ടോട്ടലാണ് ഇവിടെ കൂട്ടി വയ്ക്കുന്നത്. രണ്ട് സ്ഥലത്തും ടോട്ടൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് നെറ്റ് ഇത് നമുക്കിവിടെ നെറ്റ് എഫക്റ്റ് ആയിട്ട് നമുക്കിവിടെ എഴുതി കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത്, നമ്മൾ പഴയ മോഡൽ പഠിച്ചതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടോട്ടൽ ചെയ്ത് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് സെപ്പറേറ്റ് എടുത്ത് കാണിക്കുക. നമ്മൾ സാധാരണ പഴയ രീതിയിൽ എങ്ങനെ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിൻ്റെ ഷെയർ ക്യാപിറ്റലിനെ കൂടെ ആഡ് ചെയ്യാണ് കാണിക്കുക. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം നമ്മുടെ ബാലൻസ് ഷീറ്റ് വരുമെന്നറിയാലോ. അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റിയിട്ടുണ്ടോ നിങ്ങൾ നോക്കുക, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കേട്ടോ. ഇത് ട്രേഡ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട് അത് ലയബിലിറ്റിയാണ്. ട്രേഡ് ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട് അത് അസറ്റാണ്. അപ്പോൾ 750 ഇപ്പുറത്തും അപ്പുറത്തും വരും ലയബിലിറ്റിയിലും. അതുപോലെ തന്നെ അസറ്റിലും ഒരു 750 വരും കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മളിവിടെ എടുക്കണം കേട്ടോ. ഡിപ്രീസിയേഷൻ ഫണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എടുത്തിട്ടുണ്ട്. ദെൻ റിസർവ് ഫോർ ഗ്രാറ്റുവിറ്റി അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എടുത്തിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടാണ് കേട്ടോ. അതും ബാലൻസ് ഷീറ്റ്, അതുകൊണ്ടാണ് അത് ബാലൻസ് ഷീറ്റിൽ വന്നിട്ടുള്ളത്, ഡിപ്രീസിയേഷൻ ഫണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഫണ്ടെന്ന് പറയുന്ന തരുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണിക്കാം, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ചെയ്തു. ഇനി അത് ടാലി ആകുന്നുണ്ടോ നോക്കാം. ടാലി ആകുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് ഓക്കെ ആകും. ഇങ്ങനെയാണ് നമ്മുടെ പഴയ ഫൈനൽ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഐറ്റംസ് വരും. ഇപ്പോഴത്തെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരു സ്ഥലത്തെ ഷെയർ ക്യാപിറ്റൽ കാണിക്കുള്ളൂ, വീണ്ടും ഷെയർ ക്യാപിറ്റൽ തരില്ല. ഇത് അപ്പുറം ഇപ്പുറം ഉണ്ടാവും. അപ്പുറം ഇപ്പുറം ഉണ്ടാകുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് തമ്മിൽ കുറയ്ക്കണം. ഡിഫറൻസ് എടുത്ത് ആ എമൗണ്ടേ നമ്മൾ മാറ്റാവുള്ളൂ. അത് ബാലൻസ് ഷീറ്റിലേക്കാണെങ്കിലും ട്രേഡിങ്ങിലാണെങ്കിലും P&L-ആണെങ്കിലും ആ എമൗണ്ടേ മാറ്റാവുള്ളൂ. മാറ്റുമ്പോൾ സൈഡ് നോക്കണം. ബാലൻസ് ഷീറ്റിലേക്കാണെങ്കിൽ ഏത് സൈഡാണോ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ സൈഡിലേക്ക് മാറ്റുക. മറ്റ് അക്കൗണ്ടുകളിലേക്കാണ് മാറ്റുന്നതെങ്കിൽ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ സൈഡിലേക്കല്ല മാറ്റേണ്ടത്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം മാറ്റാനായിട്ട്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം മാറ്റാനായിട്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ.